നാഥന്റെ ഇണക്കുരുവികൾ ഭാഗം 14. മജീദ് ക ഇല്ലാത്തത് കൊണ്ട് കല്യാണം ഒന്നും നടത്തണ്ട, പരിപാടി ഒന്നും ഇല്ലാതെ തന്നെ ഹനുവിനെ വന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ മതിയെന്ന് എല്ലാവരും പറഞ്ഞതാ. ആശിയുടെ തീരുമാനവും അത് തന്നെയായിരുന്നു. രണ്ടുപേരും ഒന്ന് കൂടി കഴിഞ്ഞതിന് ശേഷമേ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ വിരുന്നൊരിക്കലും സുന്നത്തുള്ളൂ. അതിന്റെ മുന്നേ തന്നെ കല്യാണം പറഞ്ഞൊരു പരിപാടി വേണ്ടാന്ന് ആശി പറഞ്ഞതാ. അവരൊക്കെ ഇന്ന് വീട്ടിലോട്ട് ക്ഷണിച്ചതാ. ഓരോരുത്തരും ഓരോ ഒഴിവുകൾ പറഞ്ഞു. സൽക്കാരത്തിന് ഹനുവിനെ ആശയും വീട്ടിലോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോ കാണാലൊന്നും പറഞ്ഞിരിക്കാം അവരൊക്കെ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ വിരുന്ന് അടുത്തുള്ള അനാഥ മന്ദിരത്തിലേക്ക് കൊടുക്കാനാണ് ആശയുടെ തീരുമാനം. ഏത് പ്രവൃത്തിയിലും റബ്ബിന്റെ വിധി വിലക്കുകൾ ഉണ്ടോ എങ്കില് അതൊക്കെ കൃത്യമായി പാലിക്കാൻ ആശി എപ്പോഴും ശ്രമിക്കും. അഹമ്മദ് ഖാന്റെ വീട്ടില് വല്ലാത്ത റാഹത്താണ്. സുബൈക്ക് മുന്നേ എല്ലാവരും എണീക്കും. തഹജ്ജുദ് പതിവാണ്. നിസ്കരിക്കാൻ തന്നെ സെപ്പറേറ്റ് റൂമുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിസ്കരിക്കും. ആശയുടെ അനിയന് ആദിൽ നാട്ടിലില്ല. അവന് ബാംഗ്ലൂർ പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹനയും അവരുടെ കൂടെ ജമാഅത്തിൽ കൂടും. ഉമ്മയും ഹനയും ആമിയും 3 പേരും കുക്കിങ്ങിനും മറ്റും എല്ലാ പണിക്കും ഉഷാറാ. ആശി ഓഫീസിലേക്കും അഹമ്മദ് കടയിലേക്കും ആമി കോളേജിലേക്കും പോകും. മഗ്‌രിബിന് മുന്നേ എല്ലാവരും വീട്ടിലെത്തും. എന്നിട്ട് മഗ്‌രിബാങ്കിന് കുറച്ചു മുന്നേ എല്ലാവരും മുസല്ലയിലെത്തും. പിന്നെ ഇശ വരെ എല്ലാവരും അവിടെ തന്നെ ചൊല്ലലും ഓതലൊക്കെ ആയി അവിടെ കൂടും. ഇശ നിസ്കാരം കഴിഞ്ഞ് എണീക്കും. ബദരികളുടെ മേലെ തെവസിലാക്കിയിട്ടുള്ള തെവസിൽ ബൈത്ത് എന്നും പതിവാ. അതുകൊണ്ട് തന്നെ ബദരികളുടെ എല്ലാ കാവലും ആ വീട്ടിലുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. പിന്നെ വലിയ കാര്യമൊന്നുമില്ലാതെ ഉറക്കിനെ വൈകിപ്പിക്കുന്നത് അവിടെ പതിവില്ല. എല്ലാവരും എല്ലാം വളരെ സൂക്ഷ്മതയിൽ കൊണ്ടു നടക്കുന്നവരാണ്. നാഥന്റെ അനുഗ്രഹമുള്ളൊരു ഭവനം. അനയോട് ആശയും ഉമ്മയും അഹമ്മദ് ഖയൊക്കെ പറഞ്ഞതാ, താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ പോകാമെന്ന്. ആമയുടെ കൂടെ പോയാൽ മതി, നല്ല ഇസ്ലാമിക് വിമൻസ് കോളേജാണ്, പഠിക്കുകയാണെങ്കിൽ പഠിക്കാമെന്നൊക്കെ പറഞ്ഞതാ. ഹനക്കെന്തോ വലിയ താല്പര്യമില്ല. ആശിക്കും അങ്ങനെ തന്നെ. അവൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ അവന്. അത്യാവശ്യത്തിലുള്ള പഠിപ്പൊക്കെ ഉണ്ടല്ലോ, ഇനി പോകണം എന്നായിരുന്നു ആശി. ഹനയും ആ തീരുമാനത്തിലാ. കല്യാണം കഴിഞ്ഞപ്പോ വീണ്ടും പഠിക്കാൻ പോവാനൊന്നും വലിയ താല്പര്യമില്ല. ഇസ്ലാമിൽ ഒരു ഉത്തമ വനിത എന്ന പേരുള്ളത് ഒരുപാട് പഠിച്ചവർക്കോ ജോലിയുള്ളവർക്കോ സമൂഹത്തിൽ സ്ഥാനമുള്ളവർക്കോ ബിരുദമുള്ളവർക്കോ ഒന്നുമല്ല. നല്ലൊരു ഭാര്യയാവാൻ കഴിയണം, നല്ലൊരു ഉമ്മയാവാനും മരുമകളാവാനും കഴിയണം. തന്റെ ഇണയുടെ ഹൃദയത്തിൽ നല്ലൊരു സ്ഥാനം തന്നെ തനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഈ കഴിവുകളൊക്കെ ഉള്ള പെണ്ണല്ലേ ഇസ്ലാമിലൊരു വനിത. ഹൈറായൊരു കുടുംബിനി ആവണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാ ബുക്കുകളും ഹനു വായിക്കും. എന്ന് വെച്ച് പെണ്ണ് പഠിക്കാൻ പാടില്ല എന്നല്ലോ. പെണ്ണിന് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് പഠന അവസരങ്ങളുണ്ട്. അവിടെയൊക്കെയും പെണ്ണിന്റെ സാന്നിധ്യം തന്നെ ആവണം. എന്തായാലും ഹനക്ക് പഠിക്കാൻ താല്പര്യമില്ല. എല്ലാവരും സൽക്കാരത്തിന് വിളിക്കുന്ന തിരക്കില. ശനിയും ഞായറും മാത്രമേ ആഷിക്കിന് ഒഴിവുള്ളൂ. ആ 2 ദിവസം എന്നും പോക്ക് തന്നെ. ഒരു ദിവസം ഒരു സൽക്കാരം പറ്റൂ, ഉച്ചക്ക് മാത്രം. രാത്രിയിൽ എങ്ങോട്ടും വരില്ലെന്ന് ആശി ആദ്യ പറഞ്ഞതാ. ഇശാ മഗ്‌രിബിന്റെ ഒക്കെ സമയം സൽക്കാരം കൂടി നടക്കാനുള്ളതല്ല എന്നാണ് ആശിക്ക് പറയുക. അതിനാൽ തന്നെ സൽക്കാരങ്ങൾ വലിയൊരു നിര തന്നെ നീണ്ടു കിടക്കുന്നുണ്ട്. ഹനു, നീ ഉറങ്ങിയോ? ഇല്ല. എന്തൊക്കെ അങ്ങക്ക് എന്തോ പറയാനുണ്ടല്ലോ. ഓഫീസിന് വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ പറയാതെ ചോദിക്കാനാവില്ല വിചാരിച്ചിട്ടാ. ആ, നിനക്ക് മനസ്സിലായില്ലല്ലോ. ഹനു, നമ്മൾ എങ്ങോട്ടും ടൂറൊന്നും പോയില്ലല്ലോ. ആ, എങ്ങനെ പോകാനാ? ആകെ 2 ദിവസം ലീവുണ്ട്. അന്നൊക്കെ സൽക്കാരം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നില്ല. ഹനു, അങ്ങനെ പറയല്ലേ. നിനക്ക് എങ്ങോട്ട് പോകാൻ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാല് നടക്കുമെന്ന് അറിയാം. എന്നാലും എനിക്കിഷ്ടം മദീനത്ത് പോവാനാ. എന്നാ പിന്നെ ഞമ്മക്ക് അങ്ങോട്ട് തന്നെ പോയാലോ ഹനു? ഇക്ക, നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് സങ്കടാക്കല്ലിട്ടോ. ഹനു, ഞാൻ ആദ്യം തീരുമാനിച്ചതാ. കല്യാണം കഴിഞ്ഞ് നിന്നെ കൂട്ടി ആദ്യ യാത്ര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകണമെന്ന്. നിനക്ക് സർപ്രൈസ് തരാന്ന് കരുതിയിട്ടാ ഇതുവരെ പറയാതിരുന്നേ. എന്തായാലും അൽഹംദുലില്ലാഹ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ച ഞാനും എന്റെ ഹനുട്ടിയും ഹബീബിന്റെ അടുത്തേക്ക് പോവാണ്. ഉംറ ട്രാവൽസുകാരനൊപ്പം ഒന്നുമല്ല പോകുന്നത്. നമ്മള് തനിച്ച് വിസിറ്റിംഗ് വിസയിലാണ് പോകുന്നത്. 3 മാസം സമയമുണ്ട്. അവിടെ വലിയ പരിചയം ഇല്ലാത്തതല്ലേ, ഒരു ഗൈഡിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ട്രാവൽസുകാരോടൊപ്പം പോയാല് കുറഞ്ഞ ദിവസമല്ലേ കിട്ടുള്ളൂ. അതാ ഞാൻ ആക്കാന്ന് വിചാരിച്ചേ.
നമുക്ക് മക്കയും മദീനയും മുഴുവൻ കാണണ്ടേ? ഹനു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ചരിത്ര സ്ഥലവും നിനക്ക് കാണണ്ടേ? ആശയം കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഹന. ഹനു, ഇതിന് നീ കരയാണോ? ഇക്ക ഓർമ്മ വെച്ച നാള് മുതലേ കേൾക്കാൻ തുടങ്ങിയതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുഞ്ഞിലെ മദീനത്തേക്ക് പോകാൻ ഒരുങ്ങിയതാ. റബ്ബിന്റെ ഓരോ പരീക്ഷണവുമായി ഇതുവരെ അതിന് ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോ പെട്ടെന്ന് ഞാൻ മദീനത്തേക്ക് പോകുന്നു പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ല. ഹിക്ക, ഹബീബിന്റെ ചാര പോകുമ്പോൾ കൊണ്ടുപോകാൻ എനിക്ക് എന്താണുള്ളത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മേലില് ഒരു ദിവസം 40,000 സ്വലാത്ത് വരെ ചൊല്ലിയിരുന്ന ആളുകളുണ്ടായിരുന്നു. എനിക്കതൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ലാതെ ചെന്നാല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പരിഗണിക്കോ? ഇനിയുള്ള നേരത്തിനെങ്കിലും നമുക്ക് സ്വലാത്ത് കൊണ്ട് നിറക്കണം ഇക്ക. എന്നാലും ഞാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോകുന്നു, വിശ്വസിക്കാനാവുന്നില്ല. ഇക്ക, റബ്ബ് നമുക്ക് തരുന്ന വലിയൊരു അനുഗ്രഹമാണിത്. അതിന് പകരമായി അവനോട് ശുക്ർ ചെയ്യണ്ടേ? നിങ്ങൾ എണീക്കി, നമുക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഉറങ്ങാം. ആശി തന്റെ എല്ലാമായ ഹനയെ ചേർത്ത് പിടിച്ച് കണ്ണു തുടച്ചു. അൽഹംദുലില്ലാഹ്, നാഥന്റെ ഇണക്കുരുവികൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരത്തേക്ക്. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗം തുടരും. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.